കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും മാനുവലായി, ശാലയുമായി, ക്ഷമയായി അവിടെ നമ്മുടെ കൂടെ ഉണ്ടാവും. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുന്നതെയോ ഏതവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കർത്താവിന് കഴിയും. കഷ്ടതയുടെ നടുവിൽ നടന്നാലും ജീവിപ്പിക്കുന്നു. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ തിരികെ കയറ്റുന്ന അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാണുമാറാക്കിയവനെ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്ന് ചോദിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഈ രാത്രി പകൽക്കാലവും നമ്മുടെ മേൽ വെളിപ്പെടുത്തും. വചനമയച്ച് സൗഖ്യമാക്കും. വചനമയച്ച് കുഴികളിൽ നിന്ന് വിടുവിക്കും. തുട്ടപ്പിശാച് ഉണ്ടാക്കിയ സകല കുഴികളിൽ നിന്നും നമ്മെ വിടുവിച്ച സൗഭാഗ്യത്തോടെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് രാത്രിയിലും ഈ പ്രഭാതത്തിൽ നമ്മുടെ മേൽ വെളിപ്പെടുത്താൻ അവിടത്തേക്ക് പ്രസാദമായി തീരും. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് അവിടുത്തെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. കൈവിടാത്തവൻ, തള്ളിക്കളയാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ നമ്മളോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൊണ്ട് താങ്ങും എന്ന് അരുളി ചെയ്തവൻ ഒരു ദിവസം ഒന്നല്ല, എല്ലാ ദിവസവും നമ്മോട് കൂടെയുണ്ട്. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് അവിടെ നമ്മെ വീണ്ടും ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഡെഡായ അവസ്ഥയിൽ നിന്നാണ് ജീവിപ്പിക്കുന്നത്. അബ്രഹാം പറഞ്ഞ പോലെ മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ശരീരം നിർജ്ജീവമായി, സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായി. സാധ്യതകളൊന്നും കാണുന്നില്ല. മെഡിക്കൽ സയൻസ് നോ എന്ന് പറയുന്നു. കുടുംബക്കാർ ഉപേക്ഷിക്കുന്നു. സമ്പാദ്യമെല്ലാം ആ രക്തസ്രാവമുള്ള സ്ത്രീയുടെ നഷ്ടപ്പെട്ടു. ഡോക്ടേഴ്സിനാൽ അവൾ പരീക്ഷിക്കപ്പെട്ടു. ഭയമകത്തു വന്നു. ഭ്രമിച്ചുപോയി. പക്ഷേ യേശുവിൻ്റെ വർത്തമാനം കേട്ടോ. ആ വർത്തമാനം മരിച്ചവരെ ജീവിപ്പിക്കുന്ന, 4-ാം ദിവസം ഇറങ്ങി വരുന്ന, നാറ്റം വെച്ചതിനെ എഴുന്നേൽപ്പിക്കുന്ന ആ കരത്തിൻ്റെ ശക്തി അവൾ കേൾക്കാനിടയായി തീർന്നു. മാനുഷിക വർത്തമാനമോടെ തളർത്തിയപ്പോൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം അവളെ ബലപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രിയരെ, ഇന്നു പകൽ ലോകത്തിൻ്റെ സംസാരങ്ങൾ നിങ്ങളെ തളർത്തുമ്പോൾ, നിങ്ങളെ ക്ഷീണിപ്പിക്കുമ്പോൾ, നിങ്ങളെ ഇല്ലാതാക്കുമ്പോൾ, മറിച്ച് ധൈര്യത്തോടെ പറ, ആ ശബ്ദത്തിൻ്റെ അപ്പുറത്ത് ബലപ്പെടുത്തുന്നൊരു ശബ്ദമുണ്ട്. ജീവിപ്പിക്കും, സൗഖ്യമാക്കും, എഴുന്നേൽപ്പിക്കും, പുറത്തു കൊണ്ടുവരും, തുറക്കും. ആർക്കും ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ കഴിയും. കുറുകിപ്പോകാത്ത കരമുണ്ട്, മന്ദമാകാത്തൊരു ചെവിയുണ്ട് എന്നുള്ള ശക്തമായൊരു ശബ്ദം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ദൈവസാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ നിറയ്ക്കാൻ പോകുകയാണ്. ആത്മാവിൽ മൂവ് ചെയ്യത്തക്ക രീതിയിൽ വലിയ വിടുതലുകൾ ഇന്ന് പകൽ സംഭവിക്കുന്നു.
വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും അവിടുത്തെ വചനത്തെ ഉറപ്പിച്ചതുപോലെ ഇന്നും ഈ രാവിലെ കാലം ദൈവം ചിലതിനെ ഉറപ്പിക്കാൻ പോകുകയാണ്. ദൈവം ചിലതിനെ ശക്തീകരിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്തോളൂ. കർത്താവിൻ്റെ കൃപ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. അസാധ്യമിറങ്ങുന്നു. ലൂക്കോസ് സുവിശേഷം 13-ാം 33-ാമത് വാക്യം വളരെ സുഹൃത്ത്. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരൂശലേമിന് പുറത്ത് വെച്ചൊരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് നമുക്കെല്ലാം അറിയാം. നേരത്തെ ഒരു പദം നിങ്ങളോട് പറയാൻ എനിക്ക് നിയോഗമുണ്ടാകും. യേശുവിൻ്റെ ഏകീക ശുശ്രൂഷ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്നിട്ട് യേശു തൻ്റെ അടുത്ത് വന്ന ജനത്തോട് വചനത്തിൻ്റെ ആഴങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ നാഴികയിൽ ചില പരീക്ഷന്മാർ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. ഇവിടം വിട്ട് പൊയ്ക്കൊള്ളാൻ യേശുവിനോട് അവർ പറയുക. കാരണം ഹെരോദാവ് നിന്നെ കൊല്ലാൻ ഇച്ഛിക്കുന്നു. അധികാരം ശക്തിയായി കൈയാളുന്ന അധിപതി ഓർഡർ ഇട്ടാൽ നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഹെരോദ്യ ശക്തികൾ, അതിനെപ്പറ്റിയാണ് യേശുവിനോട് വന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടം വിട്ടു പോകണം. യേശു ആ വാക്ക് കേട്ടിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയണം, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കും, രോഗശാന്തി വരുത്തും, 3-ാം നാൾ സമാപിക്കുകയും ചെയ്യും. അടുത്ത വാക്യമാണ് നമ്മുടെ കുറുക്കൻ. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാണ്. ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. എൻ്റെ സഞ്ചാരത്തെ, എൻ്റെ പ്രവർത്തികളെ, എൻ്റെ മേലുള്ള നിയോഗത്തെ ഒരധികാരങ്ങൾക്കും പിടിച്ചൊതുക്കാൻ പറ്റില്ല. ഒരു കുടുംബക്കാർക്കും ഒരു മന്ത്രവാദത്തിനും, പ്രിയ സഹോദരങ്ങളെ, ഒരാഭിചാരത്തിനും ഒരു ദുരാത്മ മണ്ഡലത്തിനും ഒതുക്കാൻ പറ്റില്ല. ധൈര്യത്തോട് പറ, ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു, ഞാൻ പ്രവേശിക്കേണ്ടതാകുന്നു, ഞാൻ അവിടെ എത്തേണ്ടതാകുന്നു, ഞാനത് ചെയ്യേണ്ടതാകുന്നു, ഞാനത് പൂർത്തീകരിക്കേണ്ടതാകുന്നു, അത് വളരേണ്ടതാകുന്നു. പ്രസ്ഥാനങ്ങളെ നോക്കി പറ, പിശാചേ, നിന്റെ ഐഡിയാസ് നടക്കില്ല. കാരണം ഹെരോദാവ് വാല് കൂർപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ, യാക്കോബിനെ കൊന്നപോലെ പത്രോസിനെ കൊല്ലാൻ. പക്ഷേ പത്രോസിനെ അരമുറുക്കി പുറത്തു കൊണ്ടുവന്നു. കാരണം യാത്ര ചെയ്യേണ്ടവനാ. അവൻ്റെ അരമുറുക്കി. പട്ടണങ്ങൾ സഞ്ചരിക്കേണ്ടതാ, ലേഖനങ്ങൾ എഴുതേണ്ടതാണ്. അവനെ അരമുറുക്കി പുറത്തു കൊണ്ടുവന്നപ്പോൾ പത്രോസ് പറയുന്നു, ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദന്മാരുടെ പ്രതീക്ഷ അതിനകത്തൊതുക്കാനായിരുന്നു. ഹെരോദാവിൻ്റെ കൈയും അതിനകത്ത് വെച്ച് തകർക്കാനായിരുന്നു. പക്ഷേ പത്രോസ് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ സഞ്ചരിക്കേണ്ടവനാ, വ്യക്തിത്വമുള്ളവനാ. ഇന്നു പകൽ ചില വ്യക്തികൾ ഭയപ്പെടുന്നു. ചില വാക്ക് കേട്ട, ചില ഭീഷണി കേട്ട, മന്ത്രവാദം ചെയ്യുന്നത് കേട്ട, ശാപം കേട്ട, ചിലർ ശപഥം ചെയ്യുന്നത് കേട്ട എന്തിനാ ഭയപ്പെടുന്നത്? ധൈര്യത്തോടെ പറ, ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ തലമുറ അഭിഷക്തന്മാരെ, എൻ്റെ മിനിസ്ട്രിയും, ദൈവം നൽകിയ ആരോഗ്യവും, ദൈവം നൽകിയ ആത്മീയ നിയോഗവും അത് പൂർത്തീകരിക്കേണ്ടതാകുന്നു. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് നിങ്ങളെ ഇളക്കിക്കളയാന്നൊക്കെ ഞങ്ങളിവിടെ നിൽക്കേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമതാകുന്നു. നിങ്ങളുടെ തലമുറകൾ അങ്ങനെ പോകേണ്ടതാകുന്നു. അവരെ തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് നിങ്ങൾ ശക്തമായി പ്രഖ്യാപനം ചെയ്യണം. സഞ്ചരിക്കേണ്ട ചിലതിനെ ഭീഷണിപ്പെടുത്തുന്ന, ദൈവം പ്രവർത്തിക്കാൻ
പ്രവർത്തിക്കായി നിയോഗത്തോടെ നിൽക്കണ്ട, പ്രാർത്ഥനയിൽ ശക്തരാകേണ്ട, ആരാധനയിൽ ശക്തരാകേണ്ട, ചിലതിനെ ഒതുക്കുന്ന, ശരീരത്തെ ബന്ധിക്കുമെന്ന് പറയുന്ന, മൈൻഡിനെ ബന്ധിക്കുന്ന, നിങ്ങളെ മന്ദതയിലേക്ക് കൊണ്ടുവരുന്ന, മയക്കത്തിലേക്ക് കൊണ്ടുവരുന്ന, പ്രാർത്ഥിച്ച് ജയിക്കാൻ കഴിയാതെ, ആത്മാവിൽ സഞ്ചരിക്കാൻ കഴിയാതെ, യഹോവയുടെ നാമത്തിൽ നടക്കാൻ കഴിയാതെ നിങ്ങളെ ഒതുക്കുന്നതിനെ കണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് വ്യക്തമായി എന്നോട് വിളിച്ചു പറയാൻ പറയുന്നു, അതിനെതിരെ പ്രഖ്യാപിക്കുക. ഞങ്ങൾ സഞ്ചരിക്കേണ്ടതാ, ഞങ്ങൾ ആത്മാവിൻ്റെ അടുത്ത തലത്തിലേക്ക് വരേണ്ടതാ, നിങ്ങൾ വെളിപ്പാടിലേക്ക് വരേണ്ടതാ, നിങ്ങൾ ദർശനത്തിലേക്ക് വരേണ്ട, ദൈവ നിയോഗത്തിലേക്ക് വരേണ്ട, അവിടുത്തെ പ്ലാനിലേക്ക് വരേണ്ടതാ. അതുകൊണ്ട് ഹേരോദ്യ ശക്തികളുടെ ഭീഷണികൾ, ദേശാധിപതിയുടെ ശക്തികൾ, കടലിനക്കരന്ന് തൊടുത്തുവിട്ട ശക്തികൾ, ഇത് കണ്ട ഞങ്ങൾക്കെതിരെയുള്ള ചില ശാപങ്ങളും ശപഥങ്ങളും കേട്ട ഞങ്ങൾ തളരില്ല. എത്ര പേരിന്ന് പ്രഭാതത്തിൽ ഈ ദൂതേറ്റെടുക്കും? തലമുറകളെ നോക്കി പറ, അവർ സഞ്ചരിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ പ്രസ്ഥാനത്ത് നോക്കി പറ, നിങ്ങളുടെ ആത്മീയത നോക്കി പറ, മുരടിച്ചു പോവേണ്ടതല്ല, ഇത് ശക്തിയോടെ മുൻപോട്ട് വരേണ്ടതാണ്. കുടുംബജീവിതത്തെ നോക്കി പറ, നിങ്ങളുടെ നിലനിൽപ്പിനെ നോക്കി പറ. ഒടിച്ചു കളയാൻ എത്രയോ തവണ അണിയറയിൽ പദ്ധതി ഒരുക്കിയപ്പോഴും കർത്താവിന് പദ്ധതി ഉണ്ടോണ്ടല്ലേ, അവിടുത്തെ നാമത്തിൽ മൂവ് ചെയ്യേണ്ടവരല്ലേ. ഉറപ്പാക്കിക്കോ, ധൈര്യത്തോടെ നിങ്ങൾ പ്രാർത്ഥനാമുറിയിൽ പ്രഖ്യാപിക്കേ, ഞങ്ങൾ സഞ്ചരിക്കേണ്ടതാ, ഞങ്ങൾ ആ പ്രവൃത്തി ചെയ്യേണ്ടതാ, ഞങ്ങൾ ദൈവ മഹത്വം കാണേണ്ടതാ, ദൈവ സാന്നിധ്യം ഇറങ്ങേണ്ടതാ. യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, ആത്മാവിന് വലിയ തീ ഇറങ്ങട്ടെ, ദുഷ്ട സിംഹാസനങ്ങൾ തകരട്ടെ, ഹെരോദ്യ ശക്തികൾ, ഇസബലിൻ്റെ വ്യാപാരങ്ങൾ, അമാലിയ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ തകർന്നിരിക്കുക. സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ സ്റ്റെപ്പ് എടുക്കൂ. അവിടുത്തെ കൃപ കൂടെയിരിക്കും. ദൈവനാമത്തിൽ ചിലതിനെ ദൈവം സഞ്ചരിപ്പിക്കും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഈ വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. ക്രിസ്തേശുവിൻ നിങ്ങളുടെ സഹോദരൻ ഭാഷ